ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അജയന്റെ രണ്ടാം മോഷണം സിനിമയുടെ കുറച്ച് ഹിഡൻ ആയിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ്. സോ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പോയി കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം ഈ വീഡിയോ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ സ്പോയിലർ ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ഇതുപോലത്തെ മൂവി എക്സ്പ്ലനേഷൻ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അജയന്റെ രണ്ടാം മോഷണം സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഫാക്ടർ എന്ന് പറയുന്നത് ജ്യോതി വിളക്കാണ്. ഈ ഒരു സ്റ്റോറി എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു വിളക്കാണ്. ആ ഒരു വിളക്കായിട്ട് കണക്ട് ചെയ്ത് തന്നെ കുറെ പൊളിറ്റിക്സ് പടത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഉയർന്ന ജാതിയിലുള്ളവർക്ക് മാത്രമേ അമ്പലങ്ങളിൽ കയറാൻ സാധിക്കൂ എന്ന് കേളുവിന്റെ സമയത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു. അതിനൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ജ്യോതി വിളക്ക് അവിടെ കേളു കൊണ്ടുവരുന്നത്. പക്ഷെ എന്നിട്ടും അവിടെ താഴ്ന്ന ജാതിക്കാർ കേട്ടുന്നില്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും കേളു ജ്യോതി വിളക്കിനെ കുറിച്ചുള്ള സത്യം ആരോടും പറയാതെ തന്നെ മരിച്ചത്. അഥവാ അത് തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാലും സംഭവിക്കാൻ വന്നത് ഇതൊക്കെ തന്നെയല്ലേ. 3 കാലഘട്ടങ്ങളിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അവർക്ക് പ്രിയപ്പെട്ടവരെ അമ്പലത്തിൽ കയറ്റാൻ വേണ്ടിയിട്ടാണ് അവർ 3 പേര് ശ്രമിക്കുന്നത്. കേളുവിന്റെ കാര്യത്തിൽ കാമുകിയും, മണിയന്റെ കാര്യത്തിൽ ഭാര്യയും, അജയന്റെ കാര്യത്തിൽ അമ്മയുമാണ്. എന്നാൽ ചിലരൊക്കെ പറയുന്നുണ്ട് കേളുവിന്റെ മകനാണ് മണിയൻ എന്ന്, അല്ലെങ്കിൽ അതേ തലമുറയുള്ള ആളാണെന്ന്. പക്ഷെ അതിനെപ്പറ്റി കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുമില്ല. മണിയന്റെ കഥ പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, മണിയനെ നാഗർകോവിലിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറയുന്നുണ്ട്. കേളുവിന്റെ കഥ പറയുമ്പോൾ ചോദ്യയുടെ നാഗർകോവിലേക്ക് കൊണ്ടുപോയെന്നും പറയുന്നുണ്ട്. അപ്പോ കുട്ടി ചോദിക്കുന്നുണ്ട് ചോദ്യം കൊണ്ടുപോകുമ്പോൾ ഗർഭം ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ അതിനെക്കുറിച്ച് ചോദിക്കുന്നതിന് വഴക്ക് പറഞ്ഞ് വിഷയം മാറ്റി കളയുകയാണ്. പക്ഷെ അവരുടെ മുഖത്ത് ഒരു ഭയം പോലെ കാണുന്നുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ കേളുവിന്റെ തലമുറയുള്ള ആള് തന്നെ ആയിരിക്കും മണിയൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ മണിയൻ ശരിക്കും കേളുവിന്റെ പേരമകനായിരിക്കാനായിരിക്കും ചാൻസ്. എന്തായാലും മകനായിരിക്കത്തില്ല. കാരണം മണിയനും കുഞ്ഞുകളും ഒക്കെ ഒരു കാലഘട്ടത്തിലല്ല ഉള്ളത്. മണിയൻ ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ പോലീസ് വന്നതിന് ശേഷമാണ്. പക്ഷെ കുഞ്ഞിക്കേളു ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ പോർച്ചുഗീസ് ഭരണം ഉണ്ടായിരുന്നപ്പോഴാണ്. മാത്രമല്ല ഒരു ഇന്റർവ്യൂവിൽ ടോവിനോ പറഞ്ഞത് കുഞ്ഞിക്കേളു 17ാം നൂറ്റാണ്ടിലുള്ള ഒരാളാണെന്നും മണിയനാണെങ്കിൽ 50കളിലുള്ള ഒരാളാണെന്നും അജയനാണെങ്കിൽ 90 കാലഘട്ടത്തിലുള്ള ആളാണെന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ടൊക്കെ തന്നെ കുഞ്ഞിക്കേളുവിന്റെ മകനായിരിക്കത്തില്ല മണിയൻ. ചിലപ്പോൾ പേരമകനോ അല്ലെങ്കിൽ ആ ഒരു തലമുറ വരുന്ന ആരെങ്കിലും ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. ഇനി അടുത്തൊരു കാര്യം, മണിയൻ മരിച്ചോ? ഇനി മരിച്ചെങ്കിൽ ആരാണ് അജയനെ അവസാനം രക്ഷിക്കുന്നത്? ഈ ഒരു ഡൗട്ട് എല്ലാവർക്കും വരാൻ ചാൻസ് ഉണ്ട്. മണിയൻ ചാടുന്ന സെയിം സിറ്റുവേഷൻ സെയിം സ്ഥലത്ത് അതേപോലെ തന്നെയാണ് അജയനും താഴേക്ക് വീഴുന്നത്. പക്ഷെ അജയൻ മരിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് വരുന്നതാണ് അജയൻ മരിച്ചില്ലെങ്കിൽ മണിയനും മരിച്ചു കാണില്ലല്ലോ എന്ന്. സിനിമയുടെ അവസാനം ജഗദീഷിന്റെ കഥാപാത്രം വ്യക്തമായിട്ട് മണിയനോട് പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും മരണമില്ലാത്തവരാണെന്ന്. അപ്പൊ ഇതിലൂടെ മനസ്സിലാക്കപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ജ്യോതി വിളക്കിന്റെ എന്തോ ഒരു പ്രത്യേകത, ആ ഒരു വിളക്കിന്റെ പവർ കാരണമാണ് മണിയനും ജഗദീഷും ജീവനോട്ടിരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്. അത് മാത്രമല്ല സിനിമയുടെ അവസാനം മണിയനാണെങ്കിൽ ആ ഒരു കുന്നിന് മുകളിൽ നിന്ന് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണിക്കുന്നുണ്ട്. അതിലൂടെ ചിലപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മണിയൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആ ഒരു നാടിന് മുകളിൽ എല്ലാം കണ്ട് മണിയൻ നിൽക്കുന്നത്. സോ മണിയനെ ഒരു മായവിദ്യയുള്ള ആളായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിയെ നാടിനെ ചുറ്റിപ്പറ്റി അവിടെ തന്നെ നടക്കുന്നുണ്ടായിരിക്കണം. അതുപോലെ തന്നെ മണിയനാണെങ്കിൽ മാണിക്യത്തിന്റെ മുമ്പിൽ 2 വിഗ്രഹം കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫേക്ക് ആയിട്ടുള്ളത് അമ്പലത്തിൽ തിരിച്ചു വെക്കാൻ പോകുന്ന ടൈമിലാണ് ആ നാട്ടുകാരുടെ വലിത്തെ ആവുന്നതും അതുപോലെ തന്നെ ആ ഒരു വാട്ടർഫാളിലേക്ക് വീഴുന്നതും. സോ ഒറിജിനൽ വിഗ്രഹം ഓൾറെഡി ഹൈഡ് ചെയ്തിരുന്നു എന്ന് കാണിക്കുന്നില്ല. സോ മണിയെ സർവേ ചെയ്തതിനു ശേഷം തിരികെ ആരും അറിയാതെ എത്തി ആ ഒരു വിഗ്രഹം എടുത്ത് ഒളിപ്പിച്ച് കാണാമറിയത്തായതാവുമോ? ഇതിലാണെങ്കിൽ 2 ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഒറിജിനൽ വിഗ്രഹം ഹൈഡ് ചെയ്തിരുന്നെന്ന് കാണിക്കുന്നില്ല. സോ മണി സർവേ ചെയ്തതിനു ശേഷം തിരികെ ആരും അറിയാതെ എത്തി ആ ഒരു വിഗ്രഹം എടുത്ത് ഒളിപ്പിച്ച് കാണാമറിയത്തായതാവുമോ? ഇനി രണ്ടാമത്തത്, ഇഫ് ഇറ്റ് വാസ് ഇൻസൈഡ് ദ വാട്ടർഫോൾ ദെൻ ആ ഒരു വീഴ്ചയിൽ മണിയെ റിക്കവർ ആവാനുള്ള ചാൻസ് ഉണ്ടല്ലോ, ബിക്കോസ് ഓഫ് ദ ഹീലിംഗ് പവർ. സോ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പോസിബിലിറ്റീസും കാര്യങ്ങളെന്ന് പറയുന്നത്. സോ എനിക്ക് ഈ ഒരു സിനിമയിലൂടെ മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് പങ്കുവച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മൂവി ഡീറ്റെയിൽസിനും മൂവി എക്സ്പ്ലനേഷൻ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂട്ടുകാരെ, മനുഷ്യനെ കൊന്നിരുന്ന ഒരു നരഭോജിയുടെ കഥ കണ്ടിട്ടുണ്ടോ? 2006 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ള യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയിട്ട് എടുത്തിട്ടുള്ള ഒരു സിനിമയാണ് സെക്ടർ 36. ഈ ഒരു പടത്തിന്റെ ഫുൾ മൂവി എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണുക.